മോളെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? മണി 2 ഫുഡ് റെഡിയായോ അമ്മാമേ? രാവിലെ തന്നെ ചോറും സാമ്പാറും ഉണ്ടാക്കിയിട്ടാ പോയത്. ഇല്ല മോളെ, മീനൊന്നും ഇല്ല. നിനക്ക് വേണമെങ്കിലേ ഞാന് ചെമ്മീന് ചമ്മന്തിയാക്കിയിട്ട് തരാം. ഉണക്ക ചെമ്മീന് കുറച്ചുണ്ട്. എന്നാലേ എനിക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാക്കിയിട്ട് കൊണ്ടുപോകാം അമ്മാമ. ശരി മോളെ, അമ്മാമ്മ ഇപ്പൊ കൊണ്ടുവരാം. മോളെ അഞ്ജലി, നിനക്കും ചോറും ചെമ്മീൻ ചമ്മന്തിയും കൊണ്ടുവരട്ടെ? എനിക്കൊന്നും വേണ്ട. എടി മോളെ, നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുറച്ച് ചോറെടുത്തോണ്ട് വരാം. ഞാനല്ലേ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന്. ചേച്ചി, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലെങ്ങനെയാ? ഭക്ഷണം കഴിക്കാതിരുന്നാലേ മയങ്ങി വീഴൂട്ടാ. ഞാനൊന്ന് പറഞ്ഞില്ലാന്ന് വേണ്ട. മക്കളെ, ഞാൻ 2 പേർക്കും ചോറെടുത്തോണ്ട് വരാട്ടാ. എടി കുഞ്ചു, നീ എന്റെ പുന്നാരനിയത്തിയല്ലേ? എടി നീ ഒന്ന് അമ്മയോട് പറയടി, എനിക്ക് നന്നായി പഠിക്കണം. നിനക്കറിയാമോ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ റൂമിൽ പൂട്ടി വെച്ചേക്കുന്നതെന്ന്? ഒരു ദിവസം ഞാൻ സ്കൂളിൽ ലീവാക്കിയാലുണ്ടല്ലോ, എന്തോരം എനിക്ക് പഠിക്കാനുള്ളതിന് ഇഷ്ടപ്പെടുന്നേ. എന്റെ പുന്നാര ചേച്ചി, ഇനി എനിക്ക് പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യം വരില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്ന, ആരും എന്നോടൊരു കാര്യം പറയുന്നില്ല. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാ ചേച്ചി. മക്കളെ, ഇന്ന മക്കളെ, ചോറ് കഴിക്ക്. ഹായ് അമ്മാമേ, ഇങ്ങനെ ചട്നി സൂപ്പറാ. എനിക്ക് പെട്ടെന്ന് താ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഇന്ന മോളെ, എനിക്ക് വേണ്ട. എടി, എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നിട്ടുണ്ടോ? എല്ലാം നല്ലപോലെ നടന്നു വരുന്ന സമയത്ത് നീ ഇങ്ങനെ മുഖം തിരിച്ച് കരഞ്ഞോണ്ടിരിക്കാതെ ഇപ്പൊ ഭക്ഷണം കഴിക്കും മക്കളെ. ഇപ്പൊ ഭക്ഷണം കഴിച്ചാലേ വൈകുന്നേരം നേരെ നിൽക്കാൻ പറ്റുള്ളൂ. എന്തിനാ അമ്മാമേ, എന്തിനാ ഞാൻ വൈകുന്നേരം നേരെ നിൽക്കേണ്ടത്? വൈകുന്നേരം ആരാ വരുന്നത്? അതൊക്കെ നിന്നോട് പറയണോ? എന്നാ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാം. അമ്മാമേ, എനിക്ക് ചോറൊന്നും വേണ്ട. നിങ്ങൾ എന്നെ കഴിക്കാം അമ്മാമേ, എനിക്കൊന്നും വേണ്ട. എടിയേ, നിന്റെ അപ്പൻ എന്താ കളക്ടറാണോ? മോന്ത ഇങ്ങോട്ട് തിരിച്ചിട്ട് ചോറെന്തിനാടി അങ്ങോട്ട് വലിച്ചെറിയുന്നേ? എന്റെ മോള് കഷ്ടപ്പെട്ടിട്ടാടി നിനക്കൊക്കെ വെച്ച് വിളമ്പി തരുന്നത്. എന്നിട്ട് നോക്കി അവളുടെ ഒരു ദേഷ്യം. എന്തായാലും നിനക്ക് നല്ലതേ നിന്റെ അമ്മ ചെയ്യുള്ളൂ. പെട്ടെന്ന് ഈ ചോറൊക്കെ കഴിച്ചിട്ട് ആ മുഖമൊക്കെ തുടച്ചിട്ട് പെട്ടെന്ന് റെഡിയായി നിൽക്കേ. അമ്മാമേ, അടിപൊളി ചെമ്മീൻ ചമ്മന്തി. എന്താ ഒരു കൈപ്പുണ്യം അമ്മാമേ. ഇന്നാട്ടിലുള്ള പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള പെൺകുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞപ്പോ കല്യാണം കഴിക്കാനായിട്ട് ചെക്കന്മാരില്ലാതെ അലഞ്ഞു നടക്കുക. ഇനി അഥവാ ചെക്കന്മാരായെങ്കിൽ തന്നെ കൊടുക്കാൻ അവരെ 100 പവന് 101 പവന് ഇതൊക്കെ സ്ത്രീധനായിട്ട് കേൾക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ പെൺകുട്ടികളെ കെട്ടാൻ ആൾക്കാരില്ലാതെ നിൽക്കുക. നിന്നെയും അതുപോലെ പഠിക്കാൻ വിടണോ? നിന്റെ അമ്മയില്ലേ നിനക്ക് നല്ലൊരു ചെക്കനെ നോക്കി വെച്ചിട്ടുണ്ട്. നീ അമ്മയ്ക്ക് മറുത്തൊന്നും പറയാതെ ഓക്കെ പറയണം, കേട്ടല്ലോ? അയ്യോ, എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവാണോ അമ്മാമേ? എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം മതി, ഇപ്പൊന്നും വേണ്ട. എനിക്കിപ്പോ പഠിക്കണം അമ്മാമേ, പ്ലീസ് അമ്മാമേ. അമ്മാമേ, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം അമ്മാമേ, പ്ലീസ് അമ്മാമേ. എന്നെ പഠിക്കാൻ വിടമ്മാമേ. നോക്കമ്മാമേ, എന്റെ ഒന്നിച്ചുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കാൻ പോകുന്നു. എന്നെ മാത്രം എന്തിനാ അമ്മാമേ ഇങ്ങനെ ചെയ്യുന്നേ? പ്ലീസ് അമ്മാമേ, ഞാൻ പറയുന്നത് കേക്കമ്മാമ, പ്ലീസ്. എന്റെ പൊന്നു മോളെ, നിന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ജോലിക്കൊക്കെ പോകുന്നേ. നീ നിന്റെ അമ്മ പറയുന്നത് അനുസരിക്കും മോളെ. നിനക്ക് തന്നെ നിന്റെ അമ്മ കഷ്ടപ്പെടുന്നത് കാണുന്നതല്ലേ. നിന്റെ അമ്മ എന്തൊക്കെ ജോലി ചെയ്തിട്ടാ ഈ വീടൊക്കെ ഒന്ന് നോക്കി നടത്തുന്നത്. നീ അമ്മ പറയുന്നത് ഒന്ന് കേക്ക് മോളെ. എന്റെ പൊന്നു മോളല്ലേ. അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മക്കളെ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞത് കേക്ക് മക്കളെ. അപ്പൊ നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കിയില്ല അല്ലേ? നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല അല്ലേ അമ്മാമേ? നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ എങ്ങനെയും ഒന്ന് പുറത്ത് ചടിച്ചാൽ മതി അല്ലേ അമ്മാമേ? ഞാനെന്തോ അമ്മാമേ വല്ല വേസ്റ്റോ മറ്റോ ആണോ? നിങ്ങൾക്ക് എങ്ങനെയും എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി അല്ലേ? മോളെ അഞ്ജലി, അഞ്ജലി മോളെ, നോക്ക് മോളെ, ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കാതെ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് മക്കളെ. സീനത്ത, വാ സീനത്ത. സീന വാ. അല്ലോ, ഇതെന്തുവാ ചേച്ചി നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നേ? ആരെങ്കിലും ചോറൊക്കെ നടുവിൽ കൊണ്ട് നോക്കോ? അയ്യോ മോളെ, അത് അഞ്ജലി മോളുടെ പണിയാ. നിന്നെ കണ്ടപ്പോ ഇല്ലേ അവൾ ചോറ് കഴിക്കുന്നത് നിർത്തിയിട്ട് അകത്തോട്ട് പോയതാ. ഞാനത് എടുക്കട്ടെ മോളെ. ചേച്ചി, സരോജം ഇവിടെ? അവളെ 2-3 വീടും കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ട് വിളിക്കാൻ പോയേക്കുവാ. ഓ അങ്ങനെയാ, ശരി ശരി. എന്നാലേ ചേച്ചി ഞാനേ അഞ്ജലി മോളോടൊന്ന് സംസാരിക്കട്ടെ. മോളെ, അവള് നിന്നെ കണ്ട പാടെ അകത്തോട്ട് പോയേക്കുവല്ലേ. ശരി മോളെ, ഈ ചോറേ ഞാൻ കൊടുക്കാം അവക്ക്. ശരി മോളെ. മോളെ അഞ്ജലി, എന്താ സൈനാത്ത വിളിക്കുന്നത്? അഞ്ജലി വാ മോളെ, നിന്നെയല്ലേ വിളിക്കുന്നത്. ശരി അമ്മാമേ, ഇതാ ഞാൻ വരുന്നു. മോളെ, എനിക്ക് അവിടെ കുറച്ച് ജോലിയുണ്ട്. ഇനി പുറത്ത് കസാരൊക്കെ ഇടണം. അതുകൊണ്ട് മോള് അവിടെ നോക്കിക്കോട്ടോ. ഞാന് ആ ജോലിയൊക്കെ ചെയ്ത് തീർക്കട്ടെ. ശരി ചേച്ചി. എടി, നിനക്ക് ഇത്രയും സമയമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ ഉരുട്ടാതെ പെട്ടെന്ന് കഴിക്കും മക്കളെ. കാണുന്നില്ലേ, ഞാൻ കഴിച്ചോണ്ടിരിക്കുവല്ലേ. മോളെ അഞ്ജലി, നിന്നെ എത്ര സമയം ഞാൻ വിളിക്കുന്നത്? ഒന്നിങ്ങോട്ട് വന്നേ. ചേച്ചി, നിനക്ക്
ചോറൊന്ന് കഴിച്ചേ. എനിക്ക് ചോറൊന്നും വേണ്ട. കഴിക്കാനല്ലേ നിന്നോട് പറഞ്ഞേ, കഴിച്ചേ. എന്താ മോളെ പ്രശ്നം? നിനക്കിപ്പോ എന്താ പറ്റിയത്? നിന്റെ വീട്ടിൽ എന്തൊക്കെയായി നടക്കുന്നേ? നിനക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ നീ ഇവിടെ നോക്കിയിരിക്കുന്നേ? പോയിട്ട് ആ പ്ലേറ്റ് ഒക്കെ ഒന്ന് കഴുകി വെക്ക്. ശരി ശരി, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം. എന്തുവാ മോളെ നിന്റെ ഈ വീട്ടിൽ നടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല സീനത്ത. എന്റെ അമ്മയാണെങ്കിലേ എന്നെ സ്കൂളിലോട്ട് അയക്കുന്നില്ല. വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര തിരക്ക്. ഇനിയിപ്പോ 2-3 ദിവസത്തില് എനിക്ക് എക്സാം ഉണ്ട്. അതിന് വരെ എന്നെ അയക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ മോളെ. ശരി, നിന്നെ ആരാ ഈ പെണ്ണ് കാണാൻ വരുന്നേ? എനിക്കറിയില്ല താത്ത. ശരി, നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് നിന്റെ അമ്മ ഞങ്ങളോടൊക്കെ വന്ന് പറഞ്ഞു. ചെക്കൻ ആരാന്ന് ചോദിച്ചപ്പോ അമ്മ പറയുവാ അമ്മയുടെ ഒന്നിച്ചിട്ട് മില്ലില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനാണെന്ന്. പിന്നെ നിങ്ങളുടെ കുടുംബം പറഞ്ഞു. അപ്പൊ നോക്കൊന്നും അറിയില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല താത്ത. അമ്മ എന്നോട് പറയുവാ അമ്മ പറഞ്ഞ വരയുടെ അപ്പുറം ചവിട്ടാൻ പാടില്ലാന്ന്. ഇതുവരെ ഞാൻ അമ്മ പറഞ്ഞത് പോലല്ലേ താത്ത കേട്ടോണ്ടിരുന്നത്. ഈ ഒരു കാര്യത്തിലെങ്കിലും എന്നോ അഭിപ്രായം പറയാൻ വിട്ടൂടെ താത്ത? എനിക്ക് നന്നായി പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആണെന്നോ താത്ത ആഗ്രഹം. പക്ഷെ എന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല. ശരി മോളെ, നീ ഇതൊക്കെ നിന്റെ അമ്മയോട് പറഞ്ഞോ? പറഞ്ഞു താത്ത. അപ്പൊ അമ്മ എന്നോട് പറയുവാ അമ്മയ്ക്ക് എന്നെ ഇനി പഠിപ്പിക്കാൻ പറ്റില്ല. നോക്ക് താത്ത, അച്ഛനാണേലേ ഇപ്പൊ മരത്തുനിന്ന് വീണിട്ട് അച്ഛന്റെ കാലൊക്കെ ഒടിഞ്ഞു കിടക്കുമല്ലോ താത്ത. എന്നിട്ട് അച്ഛനിപ്പോ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു ഡോക്ടറെ കാണിക്കാന്ന് വെച്ചാലേ ഭയങ്കര ചെലവല്ലേ. ആ ചെലവ് അമ്മയ്ക്ക് താങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഡോക്ടറായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാവരും ചികിത്സിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതിനൊന്നും എന്റെ അമ്മ സമ്മതിക്കുന്നില്ല താത്ത. താത്താക്ക് ഒരു കാര്യം അറിയോ? എന്നെ ഇതുവരെയും ഈ വീട്ടിൽ ആരും മനസ്സിലാക്കിയിട്ടില്ല. ശരി മോളെ, നീ ഒന്നും വിഷമിക്കണ്ട. നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് 4 മണിക്ക് അവർ വന്ന് പെണ്ണ് കണ്ടു പോട്ടെ. ഇനി ചെക്കന് നമുക്ക് നോക്കിയിട്ട് ചെക്കന് നല്ലതാണോ എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് നോക്കാലോ. ഇനി ചെക്കന് നല്ലതാണെങ്കിലേ നമുക്ക് ഓനോട് പറയാം കല്യാണം കുറച്ച് നീട്ടണോന്ന്. താത്ത, നിങ്ങൾക്ക് അറിയുന്നതല്ലേ എനിക്ക് 18 വയസ്സായിട്ടില്ല. ഇപ്പൊ എന്തിനാ ഇപ്പൊ കല്യാണം? ശരി മോളെ, ഇരിക്കട്ടെ. നിനക്കിപ്പോ 18 വയസ്സായിട്ടില്ല, 17 വയസ്സല്ലേ ആയതുള്ളൂ. അപ്പോ നിന്റെ അമ്മ എന്തായാലും കുറെ വയസ്സിനും മുകളിലുള്ള ചെക്കന്മാരൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഏകദേശം ഒരു 5 വയസ്സ്, ഒരു 4 വയസ്സിന് നിന്നെക്കാളും 4 വയസ്സിനൊക്കെ മുപ്പുള്ള ചെക്കനായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ചെക്കന് ഒരു 23 വയസ്സ് 22 വയസ്സൊക്കെ കാണും. അപ്പോ ചെറിയ ചെക്കനായതുകൊണ്ട് തന്നെ ഓൻ എന്തായാലും ഓനോട് നമ്മൾ പറഞ്ഞു നോക്കാം. ഓനോട് നമ്മൾ പറയാ പിന്നെ ഈ കുട്ടി നല്ല പഠിക്കുന്നുണ്ട്, അപ്പോൾ ഓളെ നല്ലോണം പഠിപ്പിക്കണോ എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെ ഓന് സമ്മതിക്കുവാണേലേ നമുക്ക് കല്യാണം നടത്താലോ. താത്ത, ഞാൻ എന്തുവാ പറഞ്ഞേ? എനിക്കിപ്പോ കല്യാണം വേണ്ട. മോളെ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഇപ്പൊ ഒറ്റക്കാലിൽ നിൽക്കുവല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നേ. അതുകൊണ്ട് മോള് വന്ന് ഇന്ന് ചിരിച്ച മുഖത്തോടെ ആ വന്ന പയ്യനെ കാപ്പിയും സ്നാക്സും ഒക്കെ കൊണ്ടു കൊടുക്കണം, കേട്ടല്ലോ. ഇനി പെണ്ണ് നോക്കി കഴിഞ്ഞിട്ടായിട്ട് അവരെന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടീഷൻ അവരോട് പറയാം. ഇനി ഓള് നമ്മളെ കണ്ടീഷൻ അംഗീകരിച്ചാൽ മാത്രം നമ്മൾ നിന്റെ കല്യാണം നടത്താം. അല്ലേ മോളെ ഞാൻ പഠിക്കാം, കേട്ടല്ലോ. ശരി താത്ത, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ അയക്കോ? എന്റെ അമ്മ അതിന് സമ്മതിക്കോ? തീർച്ചയായും മോളെ, മോളെ ഞാൻ പഠിപ്പിക്കാൻ അയക്കുകയും ചെയ്യും, നിന്റെ അമ്മ അതിന് സമ്മതിക്കുകയും ചെയ്യും, കേട്ടല്ലോ. മോൾ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഇനി അഥവാ സമ്മതിച്ചില്ലേ തന്നെ നിന്റെ അമ്മയ്ക്ക് ഈ സൈനത്ത് ആരെന്ന് കാണിച്ചു കൊടുക്കും, കേട്ടോ. താങ്ക് യു സൈനത്ത.